ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ഭീമമായ തുക പാർക്കിംഗ് ഇനത്തിൽ വാങ്ങിയിട്ടാണ് ഇപ്പോ പ്രധാനപ്പെട്ട മാളുകളെല്ലാം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. പെരിന്തൽമണ്ണ നഗരപരിധിയില് വലിയ വ്യാപാര സമുച്ചയങ്ങള് മാളുകളില് അനധികൃതമായി പാർക്കിംഗ് ഫീസ് ഈടാക്കുന്നു എന്നാണ് നഗരസഭയിലെ പ്രതിപക്ഷത്തിന്റെ ആരോപണം. അപ്പോൾ ഇന്ന് സെക്രട്ടറിക്ക് അവര് ഇതുമായി ബന്ധപ്പെട്ട് നിവേദനം നൽകി. സെക്രട്ടറി അതിന് അടിയന്തര പരിഹാരം ഉണ്ടാക്കുന്ന അവർക്ക് ഉറപ്പ് നൽകി. പ്രതിപക്ഷ നേതാവ് രാഹുലുണ്ട്. അപ്പൊ അത് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുന്നത് വളരെ നല്ലതാണ്. അവരുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ ചെറിയൊരു ന്യായം കൂടിയുണ്ട്. നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള കാര്യം ഞങ്ങൾ എന്താ വെച്ചാൽ ജനങ്ങളുടെ ഭാഗത്തു നിന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു ഇന്ന് സെക്രട്ടറിക്ക് നിവേദനം കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ ഇതിലേക്ക് തള്ളിവിട്ട കാര്യം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പെരിന്തൽമണ്ണയിലെ മാളുകൾ ഇപ്പൊ ഇനിയും പുതിയ മാളുകൾ ഉൾപ്പെടെ പെരിന്തൽമണ്ണയിൽ വരാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ഒരു സിനിമ കാണാൻ വരുന്ന അല്ലെങ്കിൽ ഒരു സാധനം വാങ്ങാൻ വരുന്ന ഒരു ചെറിയ കാര്യത്തിന് മാളിലേക്ക് വരുന്ന ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ഭീമമായ തുക പാർക്കിംഗ് ഇനത്തിൽ വാങ്ങിയിട്ടാണ് ഇപ്പോ പ്രധാനപ്പെട്ട മാളുകളെല്ലാം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് ജനങ്ങളെ കബളിപ്പിക്കുകയും അതുപോലെ തന്നെ ജനങ്ങളെ കൊള്ളയടിക്കുകയാണ്. ഒരു കാരണവശാലും ഇതിന്റെ കൂടെ ഞങ്ങൾക്ക് നിൽക്കാൻ കഴിയില്ല. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് സെക്രട്ടറിയെ കണ്ട് ഉടനടി വളരെ പെട്ടെന്ന് തന്നെ ഇതിനൊരു പരിഹാരം കാണണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നിവേദനം കൊടുത്തു. നിവേദനത്തിന്റെ ഭാഗമായി സെക്രട്ടറി ഇന്ന് തന്നെ വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യാമെന്ന് ഉറപ്പ് നൽകിയിരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ പ്രധാനമായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. മാളുകള് വലിയ വ്യാപാര സമുച്ചയങ്ങള്, പക്ഷെ അവിടെ പല സ്ഥലങ്ങളിൽ, കേരളത്തിൽ പല സ്ഥലങ്ങളിലുണ്ട്. അതുകൊണ്ടാണ് അവർ ഇങ്ങനെ പാർക്കിംഗ് ഫീസ് ഈടാക്കുന്നതെന്ന് പറയുന്നു. രാവിലെ മാളിൽ വാഹനം പാർക്ക് ചെയ്ത് ഒന്ന് ജസ്റ്റ് മാളിൽ കയറി എന്തെങ്കിലും ഒന്ന് കറങ്ങിയതിന് ശേഷം അവർ പിന്നെ അവിടെ നിന്ന് പോവുക. വൈകിട്ട് വന്നാണ് അവരുടെ വാഹനം തിരിച്ചെടുത്തുകൊണ്ട് പോകുന്നത്. അപ്പൊ അവർ പല പ്രാവശ്യം ഇത് ശ്രദ്ധിച്ചതിന് ശേഷം മാളിലേക്ക് വരുന്നവര് എന്തെങ്കിലും വാങ്ങുകയാണെങ്കിൽ അതില് ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു സംവിധാനം പല സ്ഥലങ്ങളിലുണ്ട്. ഇവിടെ അങ്ങനെ സംവിധാനമാണെങ്കിൽ നിങ്ങൾ പ്രതിഷേധം വേണ്ടെന്ന് വെക്കുമോ എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. അതായത് ഇപ്പൊ അവര് പറഞ്ഞ പോലെ രാവിലെ വണ്ടിയിട്ട് വൈകുന്നേരം വന്ന് പോകുന്ന ആ തരത്തിലുള്ള ആളുകളെ കയ്യിൽ നിന്ന് അവർ അതിന്റെ ഫീസ് വാങ്ങുന്നതിന് ഞങ്ങൾ എതിരല്ല. അതായത് രാവിലെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ രാവിലെ വന്ന് വണ്ടിയിട്ട് ചില ആളുകൾ അവരുടെ ജോലിക്കും മറ്റാവശ്യങ്ങൾക്കൊക്കെ പോകുന്ന ആളുകളുണ്ടാവും. രാത്രി ഏറെ വൈകി വന്ന് അതിനോട് ഞങ്ങൾ യോജിക്കുന്നില്ല. ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് അവിടെ ഒരു സിനിമ കാണാൻ വരുന്ന, അവിടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് വരുന്ന ആളുകളുടെ, അതായത് സാധാരണക്കാരായ ഒരാള് അവിടെ തിയേറ്റർ ഉൾപ്പെടെ ഓപ്പൺ ആയിട്ടുണ്ട്, നമുക്കറിയാം. ആ തിയേറ്ററിൽ ഒരു സിനിമ കാണാൻ വരുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഒരു 2.5 മണിക്കൂറിന്റെ സിനിമ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഭീമമായ പാർക്കിംഗ് ഫീസ് കൊടുക്കുന്ന ഒരു നിലയാണുള്ളത്. അത് അവസാനിപ്പിക്കണമെന്നാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ പറയുന്ന അത് മുതലെടുക്കുന്ന, അതായത് രാവിലെ വാഹനം കൊണ്ടിട്ട് വൈകുന്നേരം വന്നു അത്തരത്തിലുള്ള ആളുകളെ നിന്ന് ഫീസ് വാങ്ങണം എന്നുള്ള അഭിപ്രായം തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. അല്ലാതെ സാധാരണക്കാരായ ആളുകൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് മാളിൽ എത്തിക്കഴിഞ്ഞാൽ ആ ആളുകളെ കൊള്ളയടിക്കുന്ന പ്രവണത ഉണ്ടാവാൻ പാടില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. ഇപ്പൊ മാളുകളിൽ ഫീസ് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അപ്പോ സീനിയറായ കൗൺസിലർമാരിൽ ഒരാളാണ് മൻസൂർ നച്ചീൽ. അപ്പോ ഈ മാളുകളിൽ അവരുടെ അവസ്ഥയും നേരത്തെ പറഞ്ഞല്ലോ, ഇങ്ങനെ രാവിലെ വാഹനം കൊണ്ടുവന്ന് പാർക്ക് ചെയ്ത് അകത്ത് ഒരു ചായ കുടിച്ചിട്ട് പിന്നെ ഒരു പോക്കാണ്. അപ്പോ അതിനെ അവർക്ക് താങ്ങാൻ പറ്റാത്ത കാര്യമാണ്. എന്താണ് ഇപ്പൊ ഇതിനൊരു സൊല്യൂഷൻ താങ്കളുടെ അഭിപ്രായം? അല്ല, അത് ന്യായമായ കാര്യമാണ് അവർ പറയണത്. പക്ഷെ അതിന്റെ കൂടെ പുറത്ത് കുറെ മോട്ടോർ സൈക്കിളുകൾ പാർക്ക് ചെയ്യുന്ന സംവിധാനം ഉണ്ടായിരുന്നു. ഇപ്പൊ ഇവിടെ പേ പാർക്കിംഗ് തുടങ്ങിയതിന് ശേഷം അവിടെ പോലീസിനെ നിർത്തിക്കൊണ്ടും ഹോംഗാർഡിനെ നിർത്തിക്കൊണ്ടും അവിടെയുള്ള ആളുകളെ ഫോട്ടോ എടുക്കുന്നു, ഫൈൻ ഈടാക്കുന്നു. അത് പാർക്കിങ്ങിലേക്ക് ആളെ എങ്ങനെ കുത്തിക്കയറ്റാം എന്നൊരു ശ്രമമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊന്ന്. രണ്ടാമത് ലുലു മാളിലൊക്കെ നമ്മൾ പോകുമ്പോൾ പർച്ചേസ് ചെയ്യാറുണ്ട്. നിങ്ങൾ പറഞ്ഞ മാതിരി തന്നെ, ജബ്ബാറൊക്കെ പറഞ്ഞ മാതിരി നല്ല പ്രയാസമുണ്ട്. അവിടെ നമ്മളത് പോയി കഴിഞ്ഞാൽ ഫീസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് നമ്മളെ പർച്ചേസ് ബില്ല് കൊടുത്താൽ നമ്മളെ ഫീസ് ഒഴിവാക്കി തരുന്നുണ്ട്. അല്ലാത്ത കേസുകൾ ഭീമമായ ഫണ്ട് പോലും വാങ്ങിക്കോട്ടെ, കുഴപ്പമില്ല. അവരെ പാർക്കിംഗ് സംവിധാനമാണ് ഉപയോഗപ്പെടുത്തുന്നത്. അതിന്റെ ഭീമമായ ഫീസ് ഈടാക്കുന്നതിൽ കുഴപ്പമില്ല. പക്ഷെ ഇത് മറ്റേ കൊള്ളയാണ്, പകൽ കൊള്ള മാതിരിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളൊരു ബിൽഡിംഗ് പെർമിറ്റ് കൊടുക്കുമ്പോൾ അതിന് തക്കതായ പാർക്കിംഗ് ഉണ്ടോ, അതിന്റെ M² വെച്ച് അതിന് തക്കതായ പാർക്കിങ്ങിന്റെ മാത്രമാണ് പെർമിറ്റ് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ വരാൻ പോകുന്ന സെക്യൂറ മാൾ പോലെ ലുലു മാൾ പോലെയുള്ള സ്ഥാപനങ്ങൾ പെരിന്തൽമണ്ണ വരാൻ പോവാണ്. ഇവരിത് തുടക്കം കുറിക്കുകയാണ്. ഇതിനു മുമ്പ് ഇവിടെ ഒരു ഭരണസമിതി ഉണ്ടായിരുന്നു, അന്നൊന്നും ഈ സംവിധാനം അനുവദിച്ചിട്ടില്ല. അപ്പൊ ഇനി ഇത് ഇവിടെ പ്രതിപക്ഷത്തിന് എല്ലായിടത്തോളം കാലം ഇത് അനുവദിക്കൂല എന്ന് തന്നെയാണ് അതിൽ പറയാനുള്ളത്. കാരണം എനിക്ക് വ്യക്തമായിട്ടുള്ള അനുഭവമുണ്ട്. ഞാൻ അവിടെ പോയി ഫീസ് വാങ്ങിയിട്ടുണ്ട്. ഒരു സിനിമക്ക് പോയി തിരിച്ചു വരുന്ന സമയത്ത് ഫീസ് വാങ്ങിയിട്ടുണ്ട്.
ആ പീസ് തിരിച്ചു വാങ്ങിയിട്ടാണ് ഞാൻ പോന്നിട്ടുള്ളത്. അതായത് ടിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു തന്നോളാം. അല്ല, ഇത് തുടർന്ന് പോവുകയാണെങ്കിൽ നിങ്ങൾ വലിയ പ്രതിഷേധമൊക്കെ സംഘടിപ്പിക്കുന്നതാണോ പറഞ്ഞത്? തുടർന്ന് അവരോട് മാത്രമല്ല, നമുക്ക് ഈ വിഷയങ്ങളിൽ തുടർന്ന് എവിടെ പുതിയ സംവിധാനം ഉണ്ടാവാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, വരുന്ന അതേ സമയത്ത് നമ്മൾ തടഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോഴുള്ളൂ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പുതിയത് വരാതിരിക്കാനും പഴയത് തടഞ്ഞേ പറ്റുള്ളൂ. ആ ഒരു തടയലാണ്, ആ നിലപാടിലാണ്. ഏതായാലും പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങളൊക്കെ ശരിയാണ്. മാളിൽ ഒരു സിനിമയ്ക്ക് പോകാൻ ടിക്കറ്റ് എടുത്തിട്ട് ഒരു 2.5 മണിക്കൂറിന് വലിയ പാർക്കിംഗ് ഫീസ് കൊടുക്കേണ്ടി വരുന്നതൊക്കെ ശരിക്കും സാധാരണക്കാർക്ക് താങ്ങുന്നതല്ല. അതുകൂടാതെ ഈ വ്യാപാര സമുച്ചയങ്ങളിൽ അവരുടെ മാനേജ്മെന്റിന്റെ ഭാഗത്തൊരു ചെറിയ ന്യായമുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ രാവിലെ വാഹനം അല്ലെങ്കിൽ ഉച്ചയ്ക്കോ ഒക്കെ വാഹനം കൊണ്ടുവന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അതിലേക്ക് കയറി ഒരു ചായ കുടിച്ചിട്ട് പിന്നെ ഒരു പോയാൽ വൈകുന്നേരം വന്ന് എടുത്തിട്ട് പോകുന്ന പ്രവണതയുണ്ട്. അത് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് വ്യാപാര സമുച്ചയങ്ങളുടെ മാനേജ്മെന്റുകൾ പറയാറുണ്ട്. അവരും അത് അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ സാധാരണക്കാരെ പിഴിയുന്നു എന്നാണ് അവർ ആരോപിക്കുന്നത്. അത്തരം പിഴിയുന്ന സംഭവങ്ങളെ വകവെച്ചു കൊടുക്കില്ല. സെക്രട്ടറിക്ക് അവർ പരാതി കൊടുത്തു. സെക്രട്ടറി അടിയന്തരമായി പ്രശ്നത്തിൽ ഇടപെടും, പരിഹാരം ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇത്തരം കാര്യങ്ങളിൽ ക്രിയാത്മകമായി ഇടപെടാൻ ശ്രമിക്കുന്നു എന്നത് നിങ്ങൾക്ക് തരാവുന്ന അഭിനന്ദനമാണ്. അപ്പോൾ ഇങ്ങനെ കാര്യങ്ങളിലൊക്കെ നിങ്ങൾ ക്രിയാത്മകമായി ഇടപെട്ട് തന്നെ പോട്ടെ. ഭരണപക്ഷം നേരത്തെ ഇവർ പറയുന്ന നേരത്തെയൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞു വെക്കുന്നത് മൻസൂർ നച്ചിയില്. അപ്പോൾ നേരത്തെ അങ്ങനെ ഉണ്ടായിട്ടില്ലെങ്കിൽ പുതിയതായിട്ട് അങ്ങനെ സംഭവങ്ങളൊന്നും വേണ്ട എന്ന് അവർ പറയുന്നുണ്ട്. ഏതായാലും ഇതിനൊക്കെ എത്രയും പെട്ടെന്ന് പരിഹാരം ഉണ്ടാവട്ടെ. പക്ഷേ അതുകൂടാതെ പെരിന്തൽമണ്ണയിൽ ഇതുപോലെ വ്യാപാര സമുച്ചയങ്ങൾ ഇനിയും വരണം, പെരിന്തൽമണ്ണ വളരണം, അതിനോടൊപ്പം കൂടുതൽ ഇങ്ങനെയുള്ള സംഭവങ്ങളും കൂടി വരണം. അപ്പോൾ പാർക്കിങ്ങിന്റെ കാര്യത്തിൽ കൂടി അടിയന്തരമായ തീരുമാനം ഉണ്ടാകും എന്ന് സെക്രട്ടറി അവർക്ക് ഉറപ്പ് കൊടുത്തു. അല്ലെങ്കിൽ വലിയ പ്രതിഷേധവുമായി മുന്നോട്ട് വരുമെന്നാണ് പ്രതിപക്ഷം പറഞ്ഞു വെക്കുന്നത്. ക്യാമറമാൻ ഷാനു അരീക്കോടിനൊപ്പം ജബ്ബാർ വേണാട്, ചാനൽ 10 പെരിന്തൽമണ്ണ. ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ BKCC ഹെർട്ട് ഹോസ്പിറ്റൽ, മാനത്തുമംഗലം, ഊട്ടി റോഡ്, പെരിന്തൽമണ്ണ.